നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് ഈ കർക്കിടക മാസത്തിലെ ഏറ്റവും അധികം ഗുണങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ ഒക്കെ കിട്ടുന്ന കുറച്ച് രാശിക്കാരുണ്ട്. അവരുടെ കാര്യമാണ് പറയുന്നത്. ആദ്യമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് മേടരാശിയാണ്. മേടരാശിക്കാർക്ക് ഈ വേഴം 4-ലാണ്. സുഖസ്ഥാനമെന്ന് പറയും. സുഖം, വാഹനം, മാതൃസ്ഥാനം, ബന്ധുജനങ്ങൾ, അങ്ങനെ കൂട്ടുകാർ, അങ്ങനെയുള്ള സ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. ആയതിനാൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ ശരിയാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ആര് മുഖേനയായാലും, കൂട്ടുകാർ മുഖേനയായാലും ശരി, ഇനി മാതൃ വഴി സ്വത്ത് അതുമായി ബന്ധപ്പെട്ടായാലും ശരി, ഒക്കെ തന്നെ അനുകൂലമായി വരും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ഈ 4-ാം ഭാവം സുഖസ്ഥാനത്ത് വേഴം നിന്നിട്ട് കർമ്മസ്ഥാനത്തോട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നു. അപ്പോൾ എന്ന് വേണ്ട, പിന്നെ യാത്രാ ഗുണം, എല്ലാവിധമായ ഗുണഫലങ്ങളും കിട്ടും എന്ന് തന്നെയാണ് ഈ മേടരാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. ചില തടസ്സങ്ങൾ ചില ദിവസങ്ങളിൽ ഉണ്ടെങ്കിലും അത് അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് മേടരാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ വേഴത്തെ പരിപോഷിപ്പിക്കണം. അതുമാത്രമല്ല, ശനിയെയും പരിപോഷിപ്പിക്കേണ്ടത് ഉത്തമമാണ്. അപ്പോൾ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തടസ്സങ്ങളൊക്കെ നീക്കാൻ സാധിക്കും. ഇനി പറയുന്നത് മിഥുനരാശിക്കാരാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം. നിങ്ങൾക്ക് വേഴം ധനസ്ഥാനത്താണ്. അപ്പോൾ അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ധനപരമായ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു. അതുവഴി ധനസമ്പാദനം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് ശുഭകരമായി വരുമ്പോഴാണ് നമുക്കത് ഭാഗ്യമായി മാറുന്നത്. അപ്പോൾ വേഴം ധനസ്ഥാനത്ത്, നമ്മുടെ പ്രവൃത്തി സ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാസ്ഥാനത്ത് നിലനിൽക്കുന്നത് വളരെ ഭാഗ്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള ഭാഗ്യം സിദ്ധിക്കും. എന്തെങ്കിലും മടി, അലസതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ കാര്യമായി പരിശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അനുകൂലമാവാൻ അനുകൂലമാകുന്നതാണ്. സാധ്യതയല്ല, അനുകൂലമാകും. അപ്പം മടി, അലസതയൊക്കെ എന്ന് പറഞ്ഞു. അതിനുള്ള കാരണം നിങ്ങൾക്ക് കണ്ടകശനി ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ടാണ്. വേഴം നമ്മളെ സഹായിക്കും, ഉറപ്പാണ്. ഇപ്പോൾ കാലതാമസം കൂടാതെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക, ശനിപ്രീതി, വേഴപ്രീതിയൊക്കെ ചെയ്യുന്നത് ഉത്തമം. ഇനി പറയുന്നത് കർക്കിടകമാണ്. ഈ കർക്കിടക രാശി വേഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ്. അപ്പോൾ അവിടെയാണ് ഈ വേഴം നിലനിൽക്കുന്നത്. അതിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതം അവസാനം കാൽഭാഗം, പൂയം, ആയില്യമാണ്. നിങ്ങൾക്ക് വളരെ കാലം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങളായാലും മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ, ധനപരമായ കാര്യങ്ങളുമൊക്കെ തന്നെ ക്ഷീണാവസ്ഥയിലൊക്കെ ആയിരുന്നു.
അതൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഈ വേഴത്തിൻ്റെ അറിയിപ്പുള്ളത്. പിന്നെ ധനസ്ഥാനത്ത് കേതു സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ കൂടിയും നമ്മുടെ കാര്യമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നാണ് വേഴം പറയുന്നത്. അപ്പോൾ പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടു കൂടി ഓരോ കാര്യങ്ങളെയും സമീപിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേട്ടം ഉണ്ടാകും. അതുമാത്രമല്ല, ഈ മാസം, ഈ കർക്കിടക മാസം നിങ്ങളുടെ ധനാധിപനായ സൂര്യൻ രാശിയിലാണ്. അപ്പോൾ അതും നല്ലത് തന്നെയാണ്. പിന്നെ അഷ്ടമത്തിലുള്ള രാഹു സൂചിപ്പിക്കുന്നു നാഗരാജപ്രീതി കൂടി ചെയ്യണം. എന്നാലേ നമുക്കിതിൽ നിന്ന് പൂർണ്ണമായും ഒരു നല്ല അവസ്ഥയിലോട്ട് പോകാൻ പറ്റും. അത് ആയില്യത്തിനോ പിന്നെ നിത്യപൂജയുള്ള നാഗരുടെ അമ്പലത്തിൽ നാഗരാജ പ്രീതി, അതായത് പാല്, മഞ്ഞൾപ്പൊടി ഒക്കെ സമർപ്പിച്ച് വിളിച്ചപേക്ഷിച്ചൊക്കെ പ്രാർത്ഥിക്കുക. അഷ്ടമത്തിലെ രാഹു നിങ്ങൾക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.25 വർഷം കഴിഞ്ഞു. ഇനി ഡിസംബറോടുകൂടി മാറുന്നതാണ്. ക്ഷമിക്കേണ്ട ആവശ്യമില്ല. ധനപരമായ പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇനി പറയുന്നത് കന്നിയാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ച് അവിഷ്ടസ്ഥാനമായ 11 വേഴം സഞ്ചരിക്കുന്നത് ഏറ്റവും ഗുണപ്രദമായ കാര്യമാണ്. എല്ലാവിധമായ ഭാഗ്യവും, ഭൗതികമായിട്ടുള്ള എല്ലാവിധമായ ഭാഗ്യവും സിദ്ധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. എന്നുവെച്ചാൽ 11 എന്ന് പറയുമ്പോൾ ലാഭസ്ഥാനമാണ്. ഈ ലാഭസ്ഥാനത്ത് വേഴം സഞ്ചരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാക്കിയെടുക്കാൻ നമ്മുടെ ചിന്താമണ്ഡലത്തിന് അത് സാധിക്കും എന്നാണ് ഈ അഭിഷ്ടസ്ഥാനമായ 11 നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനമായ 5 ദൃഷ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കും, അത് പ്രവൃത്തിയിൽ വരുത്തും, അത് നേടിയെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് പരിശ്രമിക്കുക, അതിൽ സഫലമാക്കിയെടുക്കാൻ. കന്നിരാശിക്കാരെ സംബന്ധിച്ച് അത് സാധിക്കുന്നതാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ ആദ്യ പകുതി, അത്തം, ചിത്തിര, കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. പിന്നെ ഈ രാശിയെ സംബന്ധിച്ച് നിലവിൽ ഈ പറഞ്ഞ വേഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. എന്നാൽ ഈ രാശിയിലോട്ട് ശനി ഭഗവാന്റെ ദൃഷ്ടിയുണ്ട്. ആയതിനാൽ ശനിപ്രീതി കൂടി ചെയ്യണം. ഇനി പറയുന്നത് വൃശ്ചികമാണ്. ഈ വൃശ്ചിക രാശിയെ സംബന്ധിച്ച് വേഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പൂർവീക സ്വത്ത് അല്ലെങ്കിൽ പിതൃസ്വത്ത് ഒക്കെ ലഭിക്കാനുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. പിന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സഫലമാവും. ഈ ഭാഗ്യസ്ഥാനത്ത് വേഴം നിൽക്കുമ്പോൾ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ വിവാഹാദി കാര്യങ്ങൾ, പിന്നെ ക്രയവിക്രയങ്ങൾ, സന്താനഭാഗ്യം, വിദേശയാത്ര, വാഹനലബ്ധി, ഗൃഹനിർമ്മാണം, അങ്ങനെ ഉള്ള എല്ലാവിധമായ നമ്മുടെ ആവശ്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഇതൊക്കെ ആവശ്യമാണ്. ഈ ആവശ്യം ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ സഫലമായി വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ വ്യാഴാഴ്ച ചെയ്യുക. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും സമാധാനക്കേടോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നാഗരാജപ്രീതി ആയില്യത്തിന് ചെയ്യേണ്ടതാണ്.
ഇനി പറയുന്നത് മകരമാണ്. ഈ മകരരാശിയെ സംബന്ധിച്ച് വേഴം നിവൃത്തിസ്ഥാനത്താണ്. നിവൃത്തിസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കാര്യത്തിനിറങ്ങിയാലും അത് നടക്കുമോ, ദൈവാനുഗ്രഹമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്ഥാനമാണ്. അപ്പോൾ വിവാഹാദി കാര്യങ്ങൾ, പിന്നെ സന്താനഭാഗ്യം, യാത്രാഗുണം, ക്രയവിക്രയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വേഴത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ വേഴത്തെ പരിപോഷിപ്പിക്കുക, ഭാഗ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ ധനസ്ഥാനം, ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി എന്ന് പറയും, നമ്മുടെ ചിന്താമണ്ഡലം എന്ന് പറയും, അങ്ങനെയുള്ള സ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നുണ്ട്. അപ്പം നാഗരാജ പ്രീതി കൂടി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് മീനമാണ്. ഈ മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യപകുതി. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകും എന്നാണ് വേഴം പറയുന്നത്. 5-ാം ഭാവത്തിൽ വേഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും അതൊരു ശുഭകരമായ അവസ്ഥയുണ്ട്. പിന്നെ വിവാഹാദി കാര്യങ്ങൾ, സന്താനഭാഗ്യം, വിദേശയാത്രകൾ, ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ മോടി കൂട്ടൽ, ഗൃഹം പുതുതായി എടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ പുതുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സഫലമാകും. പിന്നെ ഉദ്യോഗലബ്ധി, വിദ്യാവിജയം, അങ്ങനെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളൊക്കെ തന്നെ നടക്കാനുള്ള അവസ്ഥയും കാണുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു. വേഴം നിങ്ങൾക്ക് 5-ലുണ്ട്. സന്താനഭാഗ്യം ഒക്കെ നേരത്തെ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം തെളിയുന്നതായി കാണുന്നു. ഇനി അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റിലൂടെ പരിഹരിക്കാവുന്നതാണ്. ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയിൽ ജന്മശനി രൂപത്തിൽ ശനി ഭഗവാൻ നില ഉറപ്പിച്ചിട്ടുണ്ട്. ആയതിനാൽ ശനിപ്രീതി കൂടി ചെയ്യേണ്ടത് ഉചിതം. അപ്പോൾ കർക്കിടക മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യങ്ങൾ കിട്ടുന്ന നക്ഷത്രക്കാർ അല്ലെങ്കിൽ രാശിക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ കർക്കിടക മാസം എല്ലാ ഭാഗ്യ അനുഭവങ്ങളും ആരോഗ്യപുഷ്ടിയും വിദ്യാവിജയവും ഒക്കെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.